മെഡിക്കലും എഞ്ചിനീയറിംഗും എല്ലാമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്യൻറ്റ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. 2026 മുതൽ 12ാം ക്ലാസ്സിൽ ഏകീകൃത വാർഷിക പരീക്ഷ. ജെഇഇ മെയിൻ 2024 ആദ്യ സെഷൻ എക്സാം സിറ്റി അനൗൺസ്മെന്റ് ജനുവരി 15-ന്. ജെഇഇ ആദ്യ സെഷനും +2 പ്രാക്ടിക്കലും ഒരേ ആഴ്ചയിൽ. കേരളത്തിലെ കുട്ടികളുടെ ആശങ്ക പരിഹരിക്കണം. ESI MBBS IP പ്രവേശനം. ESI വേതന പരിധി ഉടൻ ഉയർത്തുകയില്ല. എയിംസ് BSc നഴ്സിംഗ് ജൂൺ 8-നും പാരാമെഡിക്കൽ എക്സാം ജൂൺ 6-നും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി NIFT എൻട്രൻസ് എക്സാം ഫെബ്രുവരി 5-ന്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് ജനുവരിയിലും ഏപ്രിൽ മാസത്തിലും. വെല്ലൂർ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഏപ്രിൽ മാസത്തിൽ. ഓൺലൈൻ ആപ്ലിക്കേഷൻ വെബ്സൈറ്റിൽ ആരംഭിച്ചു. 2023 മെഡിക്കൽ പ്രവേശനം. ഓൾ ഇന്ത്യ കോട്ട. ഡീംഡ് മെഡിക്കൽ രജിസ്ട്രേഷൻ ഫീ റീഫണ്ട് കുട്ടികൾക്ക് ലഭിച്ചു തുടങ്ങി. മദ്രാസ് IITയിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സംയോജിത കോഴ്സ്. പ്രവേശനം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റാങ്ക് അനുസരിച്ച്. ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷ വർഷത്തിൽ 3 തവണ NTA നടത്തും. USEED എൻട്രൻസ് എക്സാം ജനുവരി 21-ന്. അഡ്മിറ്റ് കാർഡുകൾ ജനുവരി 5 മുതൽ വെബ്സൈറ്റിൽ. +2-ന് ശേഷം സയൻസ് റിസർച്ച് മേഖലയിൽ ഡിഗ്രി പഠനത്തിനും ഉപരിപഠനത്തിനും ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രധാന പ്രവേശന പരീക്ഷകൾ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ വിവിധ കേന്ദ്ര സംസ്ഥാന സ്കൂൾ ബോർഡുകളുടെ വാർഷിക പരീക്ഷകൾക്ക് ഏകീകൃത സ്വഭാവം കൊണ്ടുവരാനുള്ള നടപടികൾ 2026 മുതൽ പ്രാബല്യം ലഭിക്കും. വിവിധ ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളുടെ നീറ്റ്, JEE, CUET എന്നീ ദേശീയ പ്രവേശന പരീക്ഷകളിലെ പ്രകടനം വിലയിരുത്തിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രൂപീകരിച്ച നിലവാര നിർണയ ഏജൻസിയായ പരഖിൻ്റെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചാണ് തുടർ നടപടികൾ. രാജ്യാന്തര ഏജൻസിയായ എഡ്യൂക്കേഷണൽ ടെസ്റ്റിംഗ് സർവീസിനാണ് പരീക്ഷാ നടത്തിപ്പിൻ്റെ ചുമതല. പരഖിൻ്റെ നേതൃത്വത്തിൽ പരീക്ഷാ ഏകീകരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നവംബർ മാസം മുതൽ തന്നെ NCERTക്ക് കൈമാറിയിരുന്നു. വിവിധ സ്കൂൾ ബോർഡുകളിലെ കഴിഞ്ഞ 5 വർഷത്തെ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെയുള്ളത് വിലയിരുത്തിയ ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ദേശീയ പ്രവേശന പരീക്ഷകളിൽ വിവിധ സംസ്ഥാനങ്ങളിലെ കുട്ടികളുടെ നിലവാരങ്ങൾക്ക് വലിയ അന്തരം സംഭവിക്കുന്നതും രാജ്യത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചില സംസ്ഥാനത്തിൽ നിന്നുള്ള കൂടുതൽ കുട്ടികൾ പ്രവേശനം നേടുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നതിനാലാണ് രാജ്യത്തെ മുഴുവൻ കുട്ടികൾക്കും തുല്യ പ്രാധാന്യം ലഭിക്കത്തക്ക രീതിയിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി ബോർഡ് എക്സാമുകളുടെയും ഏകീകരണം ഇപ്പോൾ നടക്കുന്നത്. NIT, IIIT പ്രവേശനം ഉറപ്പാക്കാൻ കഴിയുന്നതും IIT പ്രവേശന പരീക്ഷയ്ക്ക് യോഗ്യത നേടുവാനും സാധിക്കുന്ന ജെഇഇ മെയിൻ 2024 ആദ്യ സെഷൻ പരീക്ഷ ജനുവരി 24 മുതൽ ഫെബ്രുവരി 1 വരെ ഓൺലൈനായി നടക്കും. എക്സാം സിറ്റി അലോട്ട്മെൻറ്റും എക്സാം തീയതിയും ജനുവരി 15-ന് jemain.nta.ac.in എന്ന വെബ്സൈറ്റ് വഴി ലഭിക്കും. പരീക്ഷാ ദിവസത്തിന് 3 ദിവസം മുമ്പാണ് വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ആദ്യ സെഷന് ലഭിച്ച പെർസെൻറ്റേജ് സ്കോർ ഫെബ്രുവരി 12-ന് ലഭിക്കും. ഏപ്രിൽ 1-ന് ആരംഭിക്കുന്ന ജെഇഇ മെയിൻ 2ാമത്തെ സെഷന് വേണ്ടിയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരി 2 മുതൽ മാർച്ച് 2 വരെ jemain.nta.ac.in എന്ന വെബ്സൈറ്റ് വഴി നടക്കും. 2024 എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഏറ്റവും പ്രധാന ദേശീയ പ്രവേശന പരീക്ഷ ജെഇഇ മെയിൻ ആദ്യ സെഷൻ ജനുവരി 24-ന് തുടങ്ങാനിരിക്കെ കേരള സിലബസിൽ +2-ന് പഠിക്കുന്ന കുട്ടികളെ ആശങ്കയിലാക്കി പ്രാക്ടിക്കൽ എക്സാം ജനുവരി അവസാനത്തെ ആഴ്ചയിലേക്ക് ടൈം ടേബിൾ നിലവിൽ വന്നിരിക്കുന്നു. സാധാരണ ഫെബ്രുവരി മാസം നടക്കുന്ന പ്രാക്ടിക്കൽ പരീക്ഷകളാണ് ഇത്തവണ ജനുവരി അവസാനത്തെ ആഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ജെഇഇ മെയിൻ പേപ്പർ 1, പേപ്പർ 2 പരീക്ഷകൾ ഏത് ദിവസമാണ് ഓരോ കുട്ടികൾക്കും എന്നുള്ളത് ജനുവരി 15-ന് മാത്രമേ അറിയുവാൻ കഴിയുകയുമുള്ളൂ.
രാജ്യത്ത് 11 ESI മെഡിക്കൽ കോളേജുകളിൽ 35% MBBS സീറ്റുകൾ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾക്ക് ESI മെമ്പർ ആണെങ്കിൽ അവരുടെ മക്കൾക്കായി മാറ്റിവെച്ചിരിക്കുന്നതാണ്. കേവലം 24,000 രൂപ മാത്രം വാർഷിക ഫീസായി MBBS സീറ്റ് ലഭിക്കുന്ന ഈ സ്കീമിൽ ഉൾപ്പെടണമെങ്കിൽ 21,000 രൂപയിൽ താഴെ മാസ ശമ്പളം ലഭിക്കുന്നവരായിരിക്കണം. ഈ ശമ്പള പരിധി ഉയർത്തി കൂടുതൽ ആളുകളിലേക്ക് ESIയുടെ എല്ലാ ആനുകൂല്യങ്ങളും എത്തിക്കണമെന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഉടൻ നടപ്പാക്കുകയില്ല. ഇതിന് ധനമന്ത്രാലയത്തിൻ്റെ അംഗീകാരം ലഭിക്കേണ്ടതിനാലാണ് കാലതാമസമുണ്ടാകുന്നത്. ശമ്പള വർധനവ് ഉണ്ടായതിനാൽ പലരും ESI പദ്ധതിയിൽ നിന്ന് പുറത്തായ വിഷയം നേരത്തെ മുതൽ തൊഴിലാളി പ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിക്കാറുണ്ട്. പുരുഷന്മാർക്ക് ശമ്പള പരിധി 50,000-ലേക്കും സ്ത്രീ തൊഴിലാളികൾക്ക് പൂർണ്ണമായും ശമ്പള പരിധി എടുത്തു മാറ്റണമെന്നതുമായിരുന്നു ശുപാർശ. ഇതാണ് ഈ വർഷം പ്രാബല്യത്തിലാവില്ല എന്ന് ESI അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എയിംസ് ഡൽഹി അടക്കം 16 എയിംസ് മെഡിക്കൽ കോളേജുകളിലെ 1046ഓളം BSc നഴ്സിംഗ് സീറ്റുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ 2024 ജൂൺ 8-നും പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ജൂൺ 6-നും ഓൺലൈനായി നടക്കും. പെൺകുട്ടികൾക്ക് മാത്രമാണ് BSc നഴ്സിംഗിന് പ്രവേശനം ലഭിക്കുന്നത്. BSc നഴ്സിംഗ് ഓൺലൈൻ എൻട്രൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ 2ാം വർഷത്തെ ടോപ്പിക്സിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കിൽ ഏറ്റവും ഉന്നതമായ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുമെന്നതാണ് ഈ എയിംസ് BSc നഴ്സിംഗ് പ്രവേശന പരീക്ഷയുടെ പ്രാധാന്യം. വെബ്സൈറ്റ് aimsexams.ac.in. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ആദ്യഘട്ടം ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ എന്നിവ അപ്ലോഡ് ചെയ്തുകൊണ്ടുള്ള ബേസിക് രജിസ്ട്രേഷൻ. പിന്നീട് ക്വാളിഫിക്കേഷൻ, എക്സാം, സിറ്റി ചോയ്സ്, പേയ്മെൻറ്റ് എന്നിവയുള്ള 2ാം ഘട്ടവും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 2 മാസത്തെ പരിശീലനം. ലക്ഷ്യം 2024-ലെ നീറ്റ് എക്സാമിന് 720-ൽ 720 മാർക്ക്. അതെ, ബ്രില്യൻ സ്റ്റഡി സെന്റർ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ പ്രോഗ്രാമാണ് 720 വിത്ത് ബ്രില്യൻ. ഡിസംബർ 4-ന് ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഫെബ്രുവരി 4-ന് ക്ലാസുകൾ അവസാനിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളെ 17 യൂണിറ്റുകളായി തിരിച്ച് ക്ലാസുകൾ നടത്തും. സെക്കൻഡ് ഇയർ സിലബസിന് മുൻതൂക്കം നൽകിക്കൊണ്ട് +2 ടോപ്പിക്കുകളെ 8 യൂണിറ്റുകളായി തിരിക്കുകയും ഏറ്റവും പുതിയതായി കൂട്ടിച്ചേർത്ത പ്രാക്ടിക്കൽ ടോപ്പിക് 9ാമത്തെ യൂണിറ്റായും കവർ ചെയ്യും. മറ്റൊരു പ്രത്യേകത, ഡിസംബർ 31-നകം തന്നെ സെക്കൻഡ് ഇയർ ടോപ്പിക്കുകൾ പൂർത്തിയാക്കുകയും മോഡൽ എക്സാമുകൾ നടത്തുകയും ചെയ്യും എന്നുള്ളതാണ്. തുടർന്ന് +1 ടോപ്പിക്കുകളുടെ ക്ലാസുകളും പരീക്ഷകളും നടത്തും. ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആയും റെക്കോർഡഡ് സെഷൻസ് ആയുമാണ് ക്ലാസുകൾ നിങ്ങളിലേക്ക് എത്തുന്നത്. വെറും 2 മാസം കൊണ്ട് നിങ്ങളെ 720 എന്ന സ്കോറിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഓൺലൈൻ മോഡിലാണ് ക്ലാസുകൾ. ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്ക് ഈ പ്രോഗ്രാം തികച്ചും സൗജന്യമായിരിക്കും. +2 മാർക്കിനെയും 2023 നീറ്റ് സ്കോറിനെയും അടിസ്ഥാനത്തിൽ 100% വരെ സ്കോളർഷിപ്പോടുകൂടി പഠിക്കുവാനുള്ള അവസരം നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകുവാൻ brilliantpala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി NIFT എൻട്രൻസ് എക്സാം ഫെബ്രുവരി 5-ന്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ജനുവരി 3 വരെ NIFT.ac.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. ഓൺലൈൻ, ഓഫ്ലൈൻ എന്നീ 2 രീതികളിലും പരീക്ഷകൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം. ഇന്ത്യയിൽ 60ഓളം എക്സാം സെൻറ്ററുകളാണ് നിലവിലുള്ളത്. കേരളത്തിൽ എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് NIFTക്കായി പരീക്ഷാ സെൻറ്റർ അനുവദിച്ചിരിക്കുന്നത്. 2024-ലെ അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനും 2 അവസരങ്ങൾ കുട്ടികൾക്ക് ലഭിക്കും. ആദ്യ സെഷൻ ജനുവരി 16 മുതൽ 22 വരെയും 2ാമത്തെ സെഷൻ മെയ് 10 മുതൽ 14 വരെയും ഓൺലൈൻ എൻട്രൻസ് എക്സാം ആയിരിക്കും അമൃതയിൽ നടക്കുന്നത്. ആദ്യ സെഷൻ പരീക്ഷയുടെ മാർക്ക് 2ാമത്തെ സെഷനിലൂടെ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാനുള്ള സാഹചര്യവുമുണ്ട്. ഈ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അമൃതയുടെ 5 ക്യാമ്പസുകളിലാണ് BTechന് പ്രവേശനം ലഭിക്കുന്നത്. ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, അമരാവതി, അമൃതപുരി എന്നീ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനാണ്
amrita.edu എന്ന വെബ്സൈറ്റ് വഴി ഇപ്പോൾ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന പ്രവേശന പരീക്ഷയായുള്ള വെല്ലൂർ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം VIT-EEE വെല്ലൂർ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഈ ഓൺലൈൻ എൻട്രൻസ് എക്സാമിനുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നു. മാർച്ച് 30 അവസാന തീയതി. വെബ്സൈറ്റ് vit.ac.in. ഏപ്രിൽ 19 മുതൽ 30 വരെയായിരിക്കും ഓൺലൈൻ എൻട്രൻസ് എക്സാം. എഞ്ചിനീയറിംഗ് മേഖലയിലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളായിട്ടുള്ള വെല്ലൂർ, ചെന്നൈ എന്നീ കോളേജുകളിലേക്കും സംസ്ഥാന തലത്തിലുള്ള പ്രൈവറ്റ് കോളേജുകളിലായി ആന്ധ്രയിലും ഭോപ്പാലിലുമാണ് വെല്ലൂരിന് ക്യാമ്പസുകൾ നിലവിലുള്ളത്. 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ എക്സാമിന് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് എന്നിവയുടെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് വെല്ലൂർ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണവും. നീറ്റ് 2023 ഓൾ ഇന്ത്യ കോട്ട MBBS അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് റീഫണ്ട് ആരംഭിച്ചിരിക്കുന്നു. mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ പങ്കെടുത്തവരുടെ തുകയാണ് ഇപ്പോൾ തിരിച്ചു കിട്ടി തുടങ്ങിയിരിക്കുന്നത്. ഓൾ ഇന്ത്യ കോട്ട വഴി പ്രവേശനം ലഭിച്ചവർക്കും 4 റൗണ്ടുകളിലും ഒരു പ്രവേശനവും ലഭിക്കാത്തവർക്കുമാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് തിരിച്ചു കിട്ടാനുള്ള അർഹത. എന്നാൽ 2ാമത്തെ റൗണ്ട് മുതൽ ഏതെങ്കിലും കോളേജുകളിൽ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി പ്രവേശനം ലഭിച്ചിട്ട് പ്രവേശനം എടുത്തില്ല എങ്കിൽ അവരുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. ഗവൺമെൻറ് മേഖലയിൽ ജനറൽ വിഭാഗത്തിന് 10,000 രൂപയും OBC, SC, ST വിഭാഗത്തിന് 5,000 രൂപയും ഡീംഡ് കോളേജുകളുടെ പ്രവേശനത്തിന് 2 ലക്ഷം രൂപയുമായിരുന്നു സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി നമ്മൾ അടയ്ക്കേണ്ടിയിരുന്നത്. ഈ തുകയാണ് ഇപ്പോൾ കുട്ടികൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് തിരികെ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നത്. mcc.nic.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഏത് കാർഡ് ഉപയോഗിച്ചാണോ പേയ്മെൻറ്റ് നടത്തിയത് ആ അക്കൗണ്ട് ക്ലോസ് ആകാതെ നോക്കണമെന്നും അതിലേക്കാണ് റീഫണ്ട് തുക ലഭിക്കുന്നതെന്നും വെബ്സൈറ്റിൽ അറിയിപ്പ് വന്നിട്ടുണ്ട്. മദ്രാസ് IIT-യിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സംയോജിത കോഴ്സ്. മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ് എന്നിവ സംയോജിപ്പിച്ചിട്ടുള്ള 4 വർഷ BS പ്രോഗ്രാമുമായാണ് മദ്രാസ് IIT-യിൽ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗം 2023 തന്നെ പ്രവർത്തനം ആരംഭിച്ചത്. മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ രൂപകൽപ്പനയും ആരോഗ്യമേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളും മെഡിക്കൽ ഇമേജ് എന്നിവയുടെ അനാലിസിസുമാണ് ഈ മേഖലകളിൽ എഞ്ചിനീയറിംഗ് അധിഷ്ഠിത പഠനം നടത്തുക എന്നിവയാണ് ഈ കോഴ്സിൻ്റെ ലക്ഷ്യം. ഇന്ത്യയിലെയും വിദേശത്തെയും മികച്ച ഡോക്ടർമാരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ഈ മേഖലയിലുള്ള ഒരു കോഴ്സ് മദ്രാസ് IIT വഴി ആരംഭിച്ചിരിക്കുന്നതും. +2 സയൻസ് ഗ്രൂപ്പ് പഠിച്ചവർക്കാണ് യോഗ്യത. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് വഴിയാണ് മദ്രാസ് IIT-യിലെ ഈ പ്രോഗ്രാമിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് mst.iitm.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഹായ് ഓൾ, 2024 നീറ്റ് JEE കീം എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? കുറഞ്ഞ ഫീസിൽ 100% വരെ സ്കോളർഷിപ്പോട് കൂടി പരിശീലനം നേടാൻ ഇതാ നിങ്ങൾക്കൊരു സുവർണാവസരം. ബ്രില്യന്റിന്റെ 2024 ക്രാഷ് കോഴ്സ് ഹൈബ്രിഡ് ഓൺലൈൻ ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ഇനിയും അഡ്മിഷൻ എടുക്കാം. നവംബർ 1 ആരംഭിച്ച ഫേസ് 1 ബാച്ചിലേക്ക് അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ ജാനുവരി 1, അതായത് നമ്മുടെ ന്യൂ ഇയറിൽ ഫേസ് 2 ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ബോർഡ് എക്സാമിന് ശേഷമാണ് ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഓഫ്ലൈൻ ക്ലാസുകളിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്താൽ ബ്രില്യന്റിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടോപ്പേഴ്സ് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് എക്സാമിനും ഫുൾ മാർക്ക് 100% മാർക്കോടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ക്രാഷ് കോഴ്സിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽസ് തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ബ്രില്യന്റ് പ്രൊഫസേഴ്സ് തയ്യാറാക്കിയിട്ടുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് സെപ്പറേറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ മറക്കണ്ട,
കുറഞ്ഞ ഫീസിൽ കൂടുതൽ സ്കോളർഷിപ്പോട് കൂടി 2024 നടക്കാൻ പോകുന്ന നീറ്റ് ജെഇഇ കീം എക്സാമിൽ ഉയർന്ന വിജയം നേടാം. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാനായി brilliantpala.org എന്ന സൈറ്റ് സന്ദർശിക്കൂ. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളെ വിളിക്കാം 04822206100. കേരളത്തിലെ ഉൾപ്പെടെയുള്ള കോളേജുകളുടെ ആർക്കിടെക്ചർ പ്രവേശനത്തിന് അടിസ്ഥാന പ്രവേശന പരീക്ഷ നടത്തുന്നത് നേറ്റയാണ്. ഓരോ വർഷവും നേറ്റ 3 അഭിരുചി പരീക്ഷകളാണ് ഓൺലൈനായി നടത്തുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മാർക്കും +2 മാർക്കും കൂടി പരിഗണിച്ചാണ് കേരളത്തിലെ ആർക്കിടെക്ചർ പ്രവേശനം. 2024 ഏപ്രിൽ, മെയ്, ജൂലൈ മാസങ്ങളിലായിരിക്കും ഓൺലൈൻ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ NTA.in എന്ന വെബ്സൈറ്റ് ഫെബ്രുവരി മാസത്തിൽ ആരംഭിക്കുകയും ചെയ്യും. ഡിസൈനിങ് മേഖലയിൽ IITകളിൽ അടക്കം പ്രവേശനം ലഭിക്കുവാൻ UCED എൻട്രൻസ് എക്സാം ജനുവരി 21 നടക്കും. അഡ്മിറ്റ് കാർഡുകൾ ജനുവരി 5 മുതൽ uc.iitb.ac.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഡിസൈനിങ്ങിന് മുംബൈ, ഡൽഹി, ഗുവാഹട്ടി, ഹൈദരാബാദ് തുടങ്ങിയ IITകളിലെ പ്രവേശനത്തിന് ഈ റാങ്കാണ് ഉപയോഗിക്കുന്നത്. +2 ശേഷം സയൻസ് വിഷയങ്ങളിൽ ബിരുദ പഠനത്തിനും ബിരുദാനന്തര പഠനത്തിനും റിസർച്ചിനും സാധ്യമായ പ്രവേശന പരീക്ഷകളെക്കുറിച്ചുള്ള ഒരു വിശദമായ റിപ്പോർട്ട്. അന്തർദേശീയ തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിൽ നിന്ന് അംഗീകാരമുള്ള ഏറ്റവും പ്രമുഖ സ്ഥാപനമാണ് ബാംഗ്ലൂർ IISc. ദേശീയ തലത്തിൽ നടത്തുന്ന വിവിധ പ്രവേശന പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്നവർക്ക് 4 വർഷ BS റിസർച്ച് പ്രോഗ്രാമിന് പ്രവേശനം ലഭിക്കും. ദേശീയ തലത്തിൽ നടക്കുന്ന വിവിധ പ്രവേശന പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്നവർക്കാണ് 4 വർഷ BS റിസർച്ച് പ്രോഗ്രാമിന് പ്രവേശനം ലഭിക്കുന്നത്. JEE മെയിൻ, JEE അഡ്വാൻസ്ഡ്, നീറ്റ് എന്നീ പ്രവേശന പരീക്ഷകളുടെ ഓൾ ഇന്ത്യ റാങ്കാണ് മാനദണ്ഡം. ഏപ്രിൽ മാസത്തിൽ iic.ac.in/admissions എന്നീ വെബ്സൈറ്റ് വഴി ഗവേഷണത്തിൽ തുടരുവാൻ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് പ്രത്യേകം ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ സമർപ്പിക്കണം. മറ്റൊരു പ്രധാന സ്ഥാപനമാണ് ഐസർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്ഥാപനങ്ങൾ ബരാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, പൂനെ, തിരുവനന്തപുരം, തിരുപ്പതി എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2 രീതിയിൽ ഇവിടെ പ്രവേശനം നേടാം. ഐസർ സ്വന്തമായി നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് പ്രവേശന പരീക്ഷയുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലും 2024 JEE അഡ്വാൻസ്ഡിൻ്റെ ഓൾ ഇന്ത്യ റാങ്കിലൂടെയും. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി വിഷയങ്ങളായിരിക്കും ഉണ്ടാവുക. വെബ്സൈറ്റ് iceradmissions.in. നൈസർ ഭുവനേശ്വറിലെയും മുംബൈയിലെയും ക്യാമ്പസുകളിലെ ബേസിക് സയൻസിലെ 5 വർഷ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമിന് നാഷണൽ സ്ക്രീനിംഗ് ടെസ്റ്റ് നെസ്റ്റ് ആണ് എഴുതേണ്ടത്. വെബ്സൈറ്റ് nestexam.in. കേന്ദ്ര സർവകലാശാലകളിലെ ബിരുദ പ്രോഗ്രാമുകളിലെ പ്രവേശനം CUET UG എൻട്രൻസ് എക്സാം, അതായത് CUET.samarth.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിച്ച് മെയ് 15 മുതൽ ജൂൺ 1 വരെ നടക്കുന്ന ഓൺലൈൻ പരീക്ഷയുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ്. 29ഓളം സബ്ജക്റ്റുകളിലാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ബിരുദ പഠനം സാധ്യമാകുന്നത്. ഇവ കൂടാതെ ബിറ്റ്സാറ്റ്, UPST, ISI, NCERT, അതുപോലെ തന്നെ കുസാറ്റ്, യൂണിവേഴ്സിറ്റിയുടെ CAT എക്സാം, JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് എന്നീ പ്രധാന പ്രവേശന പരീക്ഷകളിലൂടെയെല്ലാം തന്നെ സയൻസ് ബിരുദ പഠനത്തിനും ഗവേഷണത്തിനുമുള്ള സാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.